പിന്നെ അപ്പമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഓരോ സ്ഥലം വഴി ഓരോ രീതിയിലാണ്. സഭയിലെ രീതി നാടിന്റെ രീതികളും വ്യത്യാസം കാണാം. വ്യത്യാസമുണ്ട്. കോട്ടയക്കാരാണ് ഇൻട്രിയപ്പം എന്ന് പറഞ്ഞത്. എല്ലാരും പെസഹാപ്പം എന്നൊക്കെയാണ് പറയുന്നത്. ഇൻട്രിയപ്പം എന്ന് ഞങ്ങള് കോട്ടയംകാർ പറയാറുണ്ട്. അപ്പൊ ഉഴുന്ന് ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. അരിപ്പൊടി, ഉഴുന്ന്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കുളിപ്പിക്കാനായിട്ട് വെക്കുന്നില്ല. ഒരു അരമണിക്കൂർ നേരം നമ്മളെല്ലാം കൂടെ ചേർത്ത് കുഴച്ചൊന്ന് വെക്കുന്നുണ്ട്. ഇനി അരമണിക്കൂർ വെക്കാതെ ഇരിക്കുന്നവരുണ്ട്, അപ്പം തന്നെ ഉണ്ടാക്കുന്നവരും ഉണ്ട്. ശരിക്കും ഒട്ടും പുളിക്കാൻ പാടില്ല. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളെന്നാണ് പെസഹ എന്ന് പറഞ്ഞാറുണ്ട്. മധുരമുള്ള അപ്പം അത് എന്നാന്ന് വെച്ചാൽ ശർക്കര ഇട്ടിട്ട് ഈ വട്ടയപ്പം ഉണ്ടാക്കും. പഞ്ചസാര ഇട്ടിട്ട് വട്ടയപ്പം ഉണ്ടാക്കും, ശർക്കര ഇട്ടിട്ട് ഉണ്ടാക്കും. ഇവിടെ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഞാനത് ചേർത്ത്